അല്ലെ ഇപ്പൊ ഒരു പ്രേരണാ കുറ്റം ആരോപിക്കുകയാണെങ്കിൽ ആ കോളേജ് മാനേജ്മെന്റിന്റെ പേരിൽ എന്താ നിങ്ങൾ പ്രധാനമായിട്ടും പറയുന്ന പഴി? അവിടെ ഇനി ഒരു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. കാര്യം അവിടുത്തെ കുഞ്ഞുങ്ങളെങ്കിലും ഇനി രക്ഷപ്പെട്ടു പോട്ട്. ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ടാവും. ഇതിനു മുന്നേ ഒരു പെൺകുഞ്ഞ് ഇതുപോലെ ആത്മഹത്യ ചെയ്ത് എനിക്ക് തോന്നണം ആ തെളിവുകളെല്ലാം ഇവർ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എൻ്റെ അനിയ എനിക്ക് ഓരോരോ അപ്പോഴപ്പോഴുള്ള അപ്ഡേഷൻ എനിക്ക് അപ്പോഴപ്പോഴായിട്ട് മെസ്സേജ് അയച്ചിരുന്നു. കോളേജിലുള്ള കാര്യം അവരുടെ ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് തരണോണ്ടാണ് ഇന്നെങ്കിലും ഇത്രയും കാര്യങ്ങൾ പുറത്തറിയാനുള്ളൊരു കാരണമായത്. ചിലപ്പോൾ ഇപ്പം ഇത് കേൾക്കുന്നുണ്ട് അയാൾ എന്നെ നാളെ എനിക്കും ഇതൊരു ഭീഷണിയായിരിക്കും, എന്നെ നാളെ പക്ഷെ എങ്കിലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ അനിയൻ എന്ത് സംഭവിച്ചു ഞങ്ങൾക്ക് അതെങ്കിലും അറിയണം. 1:15 ഒരു കൊച്ചു ഓൺലൈനിലുണ്ട്. അതിനുശേഷം ഓൺലൈനിൽ ഞങ്ങൾ അറിയുന്നത് മരിച്ചെന്നുള്ളതാണ്. ഇപ്പൊ രാഷ്ട്രീയം പറഞ്ഞിട്ടോ മതം പറഞ്ഞിട്ടോ നിറം പറഞ്ഞിട്ടോ അല്ല കാര്യം. ഞങ്ങൾക്ക് എന്താണ് അവിടെ പറ്റിയത്? ഞങ്ങൾക്ക് എന്ത് പറ്റി? റാം എന്തിനു ഒളിച്ചിരിക്കുന്നു? ഈ നോയിഡയിൽ കിടക്കുന്ന ആപ്ലോണുകാരന്മാരെ ഈ പോലീസുകാരെ പോയി പിടിച്ച് എന്തായാലും ജാതി മതം വേർതിരിവില്ലാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണണമെന്നേ ഞാൻ പറയൂ. അതായത് ഇപ്പം ഇവരുടെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. നമുക്ക് അവരോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല. നിങ്ങൾ അറിയത്തില്ല എന്താണ് അവിടെ നടന്നത്. അപ്പൊ ഞങ്ങൾ എന്തുമാത്രം ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾ വേദനിച്ചാണ് ഈ നിമിഷം ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഞങ്ങൾ ഇത്രയും വേദനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അവൻ എന്ത് പറ്റിയതാണ്? അതിനുള്ള കാരണക്കാരെ ഇത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക. അതാണ് ഞങ്ങൾക്ക് വേണ്ട നീതി.